നമസ്കാരം. The whole South Indian films industry is sitting here. ഏത് ഭാഷയെ പറയണമെന്ന് Tamil people, Telugu people, Kannada people and Malayalam people is watching. I mean listening to the speeches. അടുത്തിടെ ഞാൻ മിക്സ് പറയാം. ഈ സിനിമ ഇപ്പൊ മലയാളത്തിൽ യാത്ര എന്ന് പറയുന്നത് 2004 ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത YS രാജശേഖരൻ എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ നേതാവിന്റെ പദയാത്രയുടെ കഥ. പാദയാത്ര എന്നാണ് തെലുങ്ക് പറയുന്നത്. ഈ രണ്ടും മിക്സായി പദയാത്ര എന്നാണ് ശരി മലയാളം. തെലുങ്കിൽ പാദയാത്ര എന്നാണ്. പാദയാത്ര നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ വിഷമങ്ങൾ, വികാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചിരുന്നു എന്ന ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു എന്നുള്ള ഇതൊരു കഥയാണ്. യാത്രയ്ക്കിടയിൽ ഉണ്ടാകുന്ന സംഭവവിധികളാണ്. സാധാരണ ഒരാളുടെ ജീവചരിത്ര സിനിമ എന്ന് പറയുമ്പോൾ അത് can be from the birth, he was born in such and such day, this and that and grows. അങ്ങനെ പഠിച്ചു വലുതായി എല്ലാളായി എന്ന് പറയുന്ന പോലെയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. അതിൽ തന്നെ കാണിച്ചിട്ട് തന്നെയാണ് കഥകളുള്ളത്. ഞാനിത് മലയാളത്തിലേക്ക് ഡബ് ചെയ്തത് നമ്മുടെ തെലുങ്ക് ഭാഷ ചിലപ്പോൾ പല മലയാളികൾക്കും അത്ര അങ്ങോട്ട് മനസ്സിലാകുന്നതല്ല. ഇതൊരു ട്രാൻസ്ലേഷൻ മാത്രമാണ്. ശരിക്കായിട്ടുള്ള പാട്ടുകൾ പോലും ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളം ആക്കിയിട്ടുള്ളൂ. അതും ഞാൻ മലയാളം സംസാരിക്കുന്നത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾ പറയുന്നതിനെ ഞാൻ തന്നെ ഡബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളം സംസാരിച്ച് മലയാള സിനിമയിൽ എന്റെ ശബ്ദം കേട്ട് പരിചയിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ വേറൊരാളുടെ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ അതിനെ ചോദിക്കണം മറ്റു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്തത്. ഇതാദ്യമാണ്. ഞാൻ മുമ്പ് ഡബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രത്യേകത വേണം. നിങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കഥയും സംഭാഷണങ്ങളും മനസ്സിലാകണമെന്ന് കരുതിയിട്ടാണ് ഇതിനെ മലയാളത്തിലേക്ക് ഡബ് ചെയ്തിരിക്കുന്നത്. അത് മലയാളം കണ്ടതിന് ശേഷമോ മലയാളം കാണുന്നതിന് മുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും തെലുങ്ക് കൂടെ ഒന്ന് കാണും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് തെലുങ്ക് ഭാഷ എങ്ങനെയെന്ന് ഞാനങ്ങനെ പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും മനസ്സിലായില്ലെങ്കിൽ സബ്ടൈറ്റിലുണ്ട്. മലയാളവും കാണാം. മലയാളം തെലുങ്ക് അല്ലെങ്കിൽ സബ്ടൈറ്റിൽ രണ്ട് സിനിമ കാണുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടി സ്ട്രൈറ്റ് ആയിട്ട് മലയാളം കാണാം. ഈ സിനിമ പേരന്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സിനിമ ഇറക്കേണ്ടി വന്നതിന് വേറെ ചില കാരണങ്ങൾ. അതുകൊണ്ടാണ് രണ്ടും ബാക്ക് ടു ബാക്ക് ആഴ്ച പോയിരുന്നത്. പിന്നെ നമുക്ക് സ്വീകരണം കണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ പോലും പറയുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ സിനിമയ്ക്ക് വളരെ സ്വീകരണം ഉണ്ടാകണം. അംഗീകാരം നേരത്തെ പറയുന്നത് രണ്ട് തരത്തിലാണ്. രണ്ട് വേഷമാണ്. രണ്ടും എണ്ണാൻ കഴിയുന്ന തരത്തിൽ രണ്ട് തരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെന്താ കഥ കാണാം, തെലുങ്ക് കാണാം, എല്ലാം കൂടെ നിങ്ങളുടെ തലയിലോട്ട് ഞാൻ കേട്ടുവയ്ക്കില്ല. പക്ഷെ വേറെ ആർക്കും വേണ്ടി ഞാൻ അഭിനയിക്കുന്നത് കൊണ്ടിരിക്കുക എല്ലാ സിനിമയുമാണ് നമ്മൾ അഭിനയിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ സിനിമകൾ രണ്ടും കണ്ടേ മതിയാവുള്ളൂ, വേറെ വഴിയില്ല. പിന്നെ ഇത് ഈ ഇത്രയും അതിഥികൾ ഈ സിനിമയില് ജഗപതി ബാബു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഡാഡി ഗിരിജ ഞാനിവിടെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. മധുരാജയുടെ എന്നോട് അറിയിക്കുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇവിടെ എത്തിയില്ലെങ്കിൽ ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ചിലരോട് തിരക്കൊണ്ടുവന്നത്. അദ്ദേഹം ഇതിനകത്ത് അഭിനയിക്കുന്നത് എന്റെ അച്ഛനായിട്ടാണ്. പക്ഷെ എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഞാൻ ചെറുതായിരിക്കുമ്പോഴാണ്. My father when I am young, not like me, so will be fast. എനിക്ക് എന്തെങ്കിലും പറയാവുന്നതാണ് ഈ വെരി അംഗത്തിൽ അനുമതി അറിയിക്കുന്ന അച്ഛനോട് ഇത് ഞാൻ കാണിക്കത്തൊന്നും അറിയില്ല. അപ്പോ പിന്നെ ഇവരൊക്കെ എനിക്കറിയാവുന്നതാണ്. ഈ കെയാറും അവർക്ക് കുറെ കാലമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഈ നമ്മുടെ ഈ എല്ലാവരും കൂടെ ഇപ്പൊ നമ്മുടെ പുതിയ കാലത്തിന്റെ പ്രത്യേകതയാണ് ന്യൂ ടൈം. നമ്മുടെ Tamil, Telugu, Malayalam, Kannada all are joining together for a movie and they are all watching the same movie. Malayalam films are watched in Telugu, Tamil and Telugu and Tamil. Translation, Malayalam acting is acting in Tamil, acting in Hindi, acting in Telugu. Our last film is running successfully in Kerala. These are all good signs, unity, people think alike. So, അപ്പോൾ നമുക്ക് അങ്ങനെ അവർക്കോ നമുക്കോ ഒന്നും അങ്ങനെ ഒരു വ്യത്യാസമില്ല. നമ്മുടെ പടങ്ങൾ അവർ കാണുന്നു, നമ്മൾ അഭിനയിച്ച പടങ്ങൾ അവർ കാണുന്നു. തെലുങ്ക് സിനിമയിൽ നമ്മൾ അഭിനയിച്ച സിനിമ തെലുങ്കിൽ റിലീസ് ചെയ്യാൻ പോകുന്നു, തമിഴിൽ ഓടുന്നു. കന്നഡ പടം ഇവിടെ തമിഴിലേക്ക് മൊഴിമാറ്റി ഇവിടെ ഓടുന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ വലിയ ഐക്യമാണ്.
നമ്മുടെ ഒരു വലിയ വലിയ വരസുകളാണ് നമ്മുടെ എല്ലാ സൗത്ത് ഇന്ത്യൻസും. ഞാൻ ഒരാൾ മാറ്റി പറയുന്നില്ല. ഓൾ സൗത്ത്, ഓൾ ആർ വാച്ചിങ് ഡിഫറെന്റ്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഒക്കെ ഓൾ സ്റ്റേറ്റിൽ ഡിഫറെന്റ് ലാംഗ്വേജ്, ബട്ട് സ്റ്റിൽ ദേ ഓൾ വാച്ച്. ദാറ്റ് ഇസ് യൂണിറ്റ്. അത് വലിയ അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യയിലെങ്കിലും നമുക്ക് ഒന്നിച്ച് നിൽക്കാം, ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. വടക്കോട്ട് പോയി കഴിഞ്ഞാൽ പല ഭാഷകളും നമുക്ക് അറിയാൻ പാടില്ല, മനസ്സിലാവുന്നില്ല. ഇപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ സിനിമകൾ എല്ലാവരും കാണുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റേജിന് ഇങ്ങനെ ഒരു വലിയ മൾട്ടിലിംഗ്വൽ ലുക്കുള്ളത്. എല്ലാവരും പേരൻസ് കണ്ടവർക്ക് വേണം ഒന്നുകൂടെ കാണാം. ഈ സിനിമ രണ്ട് സിനിമ കാണേണ്ടി വരും. ഇവിടെ തെലുങ്ക് രണ്ടും ഉണ്ടായാലും അത് തിയേറ്റർ നോക്കി മാറിപ്പോയെന്നാൽ മതി. വായിച്ചാൽ യാത്ര എഴുതിയത് സെയിമാണ്. നമ്മുടെ സഹായൊക്കെ തന്നെയാണ് തെലുങ്ക്. അത് മാറിപ്പോയത്. ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടും. എന്റെ മുഖമൊക്കെ നടന്ന് വെയിലുകൊണ്ട് കൈവാഴിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അന്നുണ്ട്. പിന്നെ നടന്ന് കൈവാഴിച്ച മുഖമായിരിക്കണമെന്ന് ഡയറക്ടറോട് കുറച്ച് കരി അടിച്ചു. പിന്നെ കാല് വയ്യ, അങ്ങനത്തെ ഒരുപാട്. ഈ സിനിമയുടെ ഈ കഥ നമ്മൾ ആദ്യാവസാനം അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഇവന്റ് ബേസ്ഡ് കഥയാണ്. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിരുന്നു, നേതാവായിരുന്നു, നേതാവായിരുന്നു. അദ്ദേഹം ഇലക്ഷന് അഭിമുഖീകരിക്കുന്നതും നേതൃസ്ഥാനത്തേക്ക് വരുന്നതും അതിപ്പോ ഏത് നായകനായാലും എങ്ങനെ ഒരു നേതാവ് ജനങ്ങൾക്കിടയിലേക്ക് പോയി ജനങ്ങളുടെ സ്നേഹം സമ്പാദിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ തെരഞ്ഞെടുത്ത നേതാവ് അങ്ങനെ മുഖ്യമന്ത്രിയാകുമെന്നുള്ള ഒരു കഥ ഈ രാജശേഖര റെഡ്ഡിയുടെ കഥ തന്നെ ആവണമെന്നില്ല. ഏത് നേതാവിന്റെയും കഥയാണ്. ഏത് നേതാവിന്റെ കഥയായാലും നമുക്ക് മനസ്സിലാവും. ആ തരത്തിലാണ് ഈ സിനിമ എടുത്തത്. ഏത് ഭാഷയിലായാലും ഏത് നാട്ടിലായാലും ഇങ്ങനെയുള്ള ഒരു നേതാവിനെ നമ്മൾ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് നേതാവിന്റെ കഥയാണ്. അതുകൊണ്ട് മലയാളം മാത്രം കണ്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തെലുങ്ക് കണ്ടാൽ നമ്മൾ തെലുങ്ക് പറഞ്ഞുകൊണ്ട് കേൾക്കാം. അത് ഫ്രീ. വളരെ സന്തോഷം. ഇത്രയും ആളുകളെ പോകുന്ന യാഷനിലേക്ക് താങ്ക് യു. ഇത്രയും തെലുങ്കിലൂടെ കഷ്ടപ്പെട്ട് വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വളരെ ഓടിയും സന്തോഷം കൂടെ ഉണ്ട്. And I congratulate you for ADF success. ഞങ്ങൾക്ക് മലയാള സിനിമയിലേക്ക് അഭിനയിക്കാം. ഇൻട്രസ്റ്റ് യു ആർ വെൽക്കം ടു മലയാളം. ചില റോളിലെ കത്തായിട്ട് വരും. അതായത് ഇതിനുള്ളൊക്കെ സംസാരിച്ചിട്ട് പകുതി അവർക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മുഴുവനൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തമിഴായിരുന്നു. ഐ തിങ്ക് യു ആർ ഫോളോയിങ് മീ ടു an extent. Okay. Okay. Because I'm forced to speak in Malayalam. വളരെ സന്തോഷം. Thank you all coming and joining us for this evening. വളരെ സന്തോഷമുണ്ട്. ഈ മലയാളം എന്ന് പറയുന്നത് തെലുങ്കിന്റെ ഡബിംഗ് ആണ്. നിങ്ങൾക്ക് എന്റെ ശബ്ദം ഇങ്ങനെ ഉള്ള വാക്കുകൾക്ക് പരിചയം കുറവാണെങ്കിൽ ഇതൊരു പുതിയ അനുഭവമായിരിക്കും എന്ന് ഞാൻ അനുഭവം നല്ലത് ചെയ്തതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. വളരെ സന്തോഷം. എല്ലാവരും സിനിമ ഒരു പ്രാവശ്യം കണ്ടാൽ തരത്തില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ബാക്കി ഇത് ഇവിടെ ആന്ധ്ര തെലുങ്കാന റിലീസ് വലിയ സംഭവങ്ങളൊക്കെ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് ഒരാൾ അവിടുന്ന് അമേരിക്കയിൽ പടം ലോഞ്ച് ചെയ്യുമ്പോൾ അവിടെ പ്രീ ലോഞ്ച് ഉണ്ടായിരുന്നു. സിയാറ്റിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ടിക്കറ്റ് ലേലം വെച്ചു. ആദ്യത്തെ ടിക്കറ്റ്, ആ ഫ്രഷോയുടെ ടിക്കറ്റ്, ഫസ്റ്റ് ടിക്കറ്റ് ലേലം വിളിച്ചിട്ട് $6,116 അതിന്റെ അനുഭവമായിട്ട് തോന്നില്ല. പക്ഷേ അവര് ആ സിനിമ $12 ടിക്കറ്റ് വരാം. ഈ $12 മാത്രമേ ഇതിന്റെ പ്രൊഡ്യൂസർ എടുക്കുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ എടുക്കുന്നു. ബാക്കിയുള്ള പൈസ രാജശേഖര റെഡ്ഡിയുടെ പേരിലുള്ള ഒരു വലിയ ജീവകാരുണ്യ സംഘടനയ്ക്ക് എല്ലാവരും അങ്ങനെ. അപ്പൊ അതൊരു വലിയ സേവനമാണ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ സിനിമ എടുക്കുമ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു സന്തോഷ വാർത്ത കൊണ്ട് ഇപ്പൊ തന്നെ ആന്ധ്രാപ്രദേശ് വലിയ ബുക്കിംഗ് ഒക്കെയാണെന്ന് പറയുന്നു. അതിനകത്ത് ബുക്ക് മൈ ഷോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഇനിയും നല്ല പടങ്ങളിൽ പോലെ വ്യത്യസ്തമായ സിനിമകളിൽ നമുക്ക് അഭിനയിക്കാൻ അവസരം ഉണ്ടാവട്ടെ. മലയാളത്തിലായാലും തമിഴിലായാലും തെലുങ്കിലായാലും ഹിന്ദിയിലായാലും പറയാൻ പറ്റില്ല. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല പ്രസന്റേഷൻ. കുറെ നേരം ഇങ്ങനെ ഇരുന്ന ഫേസ്. പക്ഷെ സാർ സത്യം പറയാൻ എനിക്കൊന്നും തോന്നുന്നില്ല. എന്താണ് ഈ യൂത്ത് രഹസ്യം എനിക്കിതുവരെ അങ്ങനെ രഹസ്യം തോന്നിയിട്ടില്ല. ഈ പറഞ്ഞു
യൂത്താണ് ചെറുപ്പമാണെന്ന് പറഞ്ഞ് തന്നെ പല റോളും നമുക്ക് മിസ്സാവുന്നുണ്ട്. നമ്മളാരെങ്കിലും ഒരു ലവ് സീൻ നീക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് ഈ യൂത്തിൽ. ഈ പറഞ്ഞുകൊണ്ട് യൂത്തിനോട് യാതൊരു ഗുണം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെ